ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. അതിലെ 11 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ സഞ്ചയൻ ഹർഷം കുരുവൃത്തഃ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഓരോ വാക്കുകളുടെയായി അർത്ഥം നമുക്ക് നോക്കാം. തസ്യ ദുര്യോധനനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സഞ്ചയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സഞ്ചയനെ അല്ല, പിന്നെ അതിനർത്ഥം ഹേതു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഉളവാക്കിക്കൊണ്ട്, ഇങ്ങനെയും അർത്ഥമുണ്ട്. ഹർഷം സന്തോഷം, കുരുവൃദ്ധ മുതിർന്നവർ, പിതാമഹ പിതാമഹൻ, സിംഹനാദം സിംഹത്തിൻ്റെ അലർച്ച, വിനദ്യോ ധ്വനിയോടെ, ഉച്ചൈ ഉച്ചത്തിൽ, ശംഖം ശംഖ്, ദദ്മൗ മുഴക്കി, പ്രതാപവാൻ കീർത്തിമാൻ എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം. ഈ സന്ദർഭത്തിൽ പ്രതാപശാലിയും കുരുവൃദ്ധനുമായ പിതാമഹൻ ദുര്യോധനന് സന്തോഷമുളവാക്കുമാറ് സിംഹനാദം ചെയ്ത് ശംഖുമുഴക്കി. അപ്പോൾ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ആദ്യം രണ്ടു പക്ഷത്തുമുള്ള ആളുകളൊക്കെ നിരന്നു. ആ സമയത്ത് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കേട്ടു. അതിനുശേഷം ദുര്യോധനൻ എല്ലാവരെയും യഥാസ്ഥാനത്ത് നിൽക്കാൻ എല്ലാവരോടും പറയുന്നു. അതിനുശേഷമാണ് എന്ത് സംഭവിച്ചത്? കുരുവൃദ്ധനായ ഭീഷ്മര് സിംഹത്തെ പോലെ അലറിയതിനു ശേഷം ശംഖു വിളിച്ചു എന്നാണ് പറയുന്നത്. എതിരാളികൾക്ക് ഭയകാരിയും കൗരവരിൽ ഏറ്റവും പ്രായമുള്ളവനുമായ മുതുമുത്തച്ഛനായ ഭീഷ്മർ ശങ്കിച്ചു നിന്ന ദുര്യോധനന്, അതായത് യുദ്ധത്തിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ശങ്കയോടുകൂടി നിന്ന ദുര്യോധനന് സന്തോഷമുളവാക്കിക്കൊണ്ട് സിംഹത്തെ പോലെ അലറിയതിനു ശേഷം ശംഖ് ഉച്ചത്തിൽ മുഴക്കി. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. തതഃ ശംഖാച ഭേര്യച്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യ ഹന്യന്ത സ ശബ്ദസ്തു മുലോഭവത്. ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് നോക്കാം. തഥ അപ്പോൾ, ശംഖ ശംഖുകൾ, ച പുറമേ, ഭേര്യ ഭേരീനാദം, പണവാനക ഗോമുഖാഹ, അതായത് പലതരത്തിലുള്ള വാദ്യോപകരണങ്ങളുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ശംഖുകൾ, പെരുമ്പറകൾ, മദ്ദളം, തപ്പട്ട, ഗോമുഖം, ഇങ്ങനെ ധാരാളം വാദ്യങ്ങൾ ഉണ്ട്. സഹസ ഏവ പെട്ടെന്ന്, അഭ്യഹന്യന്ത മുഴക്കത്തോടെ, സ അത്, ശബ്ദ ശബ്ദം, തുമൂലോ ഘോരമായ, അഭവതു ഉണ്ടായി. ശ്ലോകാർത്ഥം നോക്കാം. അനന്തരം പെട്ടെന്ന് ശംഖുകളും ഭേരികളും പണവം, ആനകം, ഗോമുഖം എന്നീ വാദ്യങ്ങളും മുഴക്കപ്പെട്ടു. ആ മുഴക്കം ദിക്കാസകലം നിറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ആദ്യമായി ഭീഷ്മര്
സിംഹത്തെ പോലെ അലറിയതിനു ശേഷം ശംഖ് വിളിച്ചു. അതിനുശേഷം അവിടെ ധാരാളം മറ്റ് വാദ്യങ്ങൾ മുഴങ്ങുന്നു. അതായത് യുദ്ധം തുടങ്ങാനായിട്ട് അതിൻ്റെ ഞങ്ങൾ തയ്യാറാണ് എന്ന് കൗരവപക്ഷത്തുള്ളവർ അറിയിക്കുന്നതാണ് ഈ വാദ്യഘോഷങ്ങൾ. ഇങ്ങനെയാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. തുടർന്ന് ശംഖുകളും പെരുമ്പറകളും മദ്ദളങ്ങളും അതുപോലെ ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം വാദ്യമേളങ്ങൾ അവിടെ നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പാണ്ഡവപക്ഷം എന്തു ചെയ്തു? ഇനി അങ്ങോട്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഓരോ ശ്ലോകവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. കാരണം ഇനി പാണ്ഡവപക്ഷം എന്തു ചെയ്തു എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് കൗരവർ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് അവരറിയിച്ചു കഴിഞ്ഞു. ഇനി പാണ്ഡവപക്ഷം അവർ തയ്യാറാണോ? അർജുനനും ശ്രീകൃഷ്ണനും ഒക്കെ തയ്യാറാണോ? അർജുനൻ എന്താണ് ഭഗവാനോട് പറയാൻ പോകുന്നത്? അതിനുശേഷം ഭഗവാൻ എന്താണ് അതിന് മറുപടി കൊടുക്കാൻ പോകുന്നത്? അവിടെയാണ് ഭഗവത്ഗീതയുടെ ഉത്ഭവം. അപ്പം ഇനി അങ്ങോട്ട് ഒരു ദിവസവും നിങ്ങൾ മിസ് ചെയ്യരുത്. അഥവാ രാത്രിയിൽ സമയം കിട്ടിയില്ല നമുക്ക് കേൾക്കാനെങ്കിൽ പിറ്റേ ദിവസം നിർബന്ധമായും അത് കേട്ട് അതാത് ദിവസം നമ്മൾ കുറേശ്ശെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതാത് ദിവസം കേട്ട് അത് മനസ്സിലാക്കി എഴുതിയെടുത്ത് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് ബുക്കുണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ 2 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 3 ശ്ലോകങ്ങൾ അതാണ് പരമാവധി നമ്മൾ പറയുന്നത്. അപ്പം അതൊന്ന് നോട്ട് ബുക്കിനകത്തോട്ടൊന്ന് പകർത്തി എഴുതുമ്പം തന്നെ ഭയങ്കരമായ ഐശ്വര്യമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഭഗവത്ഗീതയുടെ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ആ ക്ലാസ്സിൽ കയറി അത് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകും. ഇവിടെ 12ാമത്തെ ശ്ലോകത്തിൽ കുരുവൃദ്ധഃ പിതാമഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. പ്രതാപവാന്മാരാണെങ്കിലും മഹാമതികളായ ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവർ എന്തു കാരണത്തിലാണ് ദുഷ്ടരായ ദുര്യോധനൻ്റെ പക്ഷത്ത് അണിനിരന്നത്? നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഭീഷ്മർ മഹാനാണ്, ദ്രോണർ മഹാനാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനാണ് ഈ കൗരവർക്ക് വേണ്ടി പാണ്ഡവരോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നത്? ഭീഷ്മർക്കും ദ്രോണർക്കും യുദ്ധത്തിൽ കൃഷ്ണസഹായമുള്ള പാണ്ഡവരെ ജയിക്കൂ എന്ന് നല്ല ഉറപ്പുണ്ട്. എങ്കിലും വംശനാശം ഒഴിവാക്കാൻ ആഗ്രഹിച്ച അവർ ദുര്യോധനനെ ഉപദേശിച്ചു നേർമാർഗത്തിൽ നയിക്കാൻ സാധിച്ചെങ്കിലോ എന്നു കരുതിയാണ് കൗരവരുടെ കൂടെ ചേർന്നത്. ശത്രുഭാവത്തോടെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മാത്രം യുദ്ധത്തിൽ നിന്നും വിരമിക്കുന്നയാളല്ല അഭിമാനിയായ ദുര്യോധനൻ എന്ന് അവർക്ക് അറിയാം. അതായത് ദ്രോണരും ഭീഷ്മരും ഒന്നും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നു പറഞ്ഞാൽ പോലും ദുര്യോധനൻ യുദ്ധം ഒഴിവാക്കില്ല. എങ്ങനെങ്കിലും കൂട്ടത്തിൽ നിന്ന് യുദ്ധം തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ യുദ്ധം കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴോ എപ്പോഴെങ്കിലും ദുര്യോധനനെ ഒന്ന് ഉപദേശിക്കാം എന്ന് കരുതിയാണ് ദുര്യോധനൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് കൗരവർക്ക് ജയം അസാധ്യമാണെന്നും പാണ്ഡവരുമായി സൗഹൃദത്തിൽ കഴിയുന്നതാണ് നല്ലതെന്നും ഭീഷ്മരും ദ്രോണരും മരണം വരെ ദുര്യോധനനോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ
ദുര്യോധനൻ അതൊന്നും കേട്ടില്ല. നമ്മൾ മഹാഭാരതം കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതിനു മുമ്പ് കഥാരൂപത്തിൽ പറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മളുടെ ചാനലിലെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് നമ്മളോട് ചോദിച്ചത്, ഒന്ന് പറഞ്ഞു തരാമോ, ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നുണ്ട്. ആ സമയത്ത് അതെല്ലാം കേട്ടിട്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചു. എന്തിനാണ് ഭഗവാൻ പുഞ്ചിരിച്ചത്? ആ കഥയൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ആ കഥ പറഞ്ഞു കൊടുത്തിരുന്നു. നമ്മുടെ ചാനലിൽ ഭഗവാന്റെ സുപ്രസിദ്ധമായ ചിരി എന്ന പേരിൽ ആ കഥ കിടപ്പുണ്ട്. യുദ്ധത്തിന് മുമ്പായിട്ട് ഗാന്ധാരിയെ കാണാനായിട്ട് ദുര്യോധനൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ ജയിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗാന്ധാരി എന്താണ് പറയുന്നത്? എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകും എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ദുര്യോധനൻ ജയിക്കുമെന്ന് ഗാന്ധാരി പറഞ്ഞില്ല. ഗാന്ധാരി അവസാനം കൃഷ്ണനെ ശപിക്കുന്നുമുണ്ട്. ആ കഥ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു ദുര്യോധനനെ. പക്ഷേ ദുര്യോധനൻ അത് കേട്ടില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അസുരന്മാരെ നിഗ്രഹിക്കുക, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭഗവാന്റെ അവതാര കഥ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഭൂമിദേവി ഗോരൂപം പൂണ്ട് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലൊരു എഫേർട്ടൊന്നും ഭഗവാൻ ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട് എടുക്കാതിരുന്നതും. ആ കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് കുറേശ്ശെ പഠിക്കാം. എല്ലാവരും ഇനിയുള്ള ഭാഗങ്ങൾ ഒരു കാരണവശാലും കേൾക്കാതിരിക്കരുത്. സമയം കിട്ടുമ്പോഴൊക്കെ എടുത്ത് കേൾക്കണം. കാരണം ഓരോ ശ്ലോകങ്ങളും, ഇനിയുള്ള ശ്ലോകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഏകാദശിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഏകാദശി എടുക്കണം. പാരണാ സമയവും ഹരിവാസര സമയവും നാളെ വീഡിയോ ഇടാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.